ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ ഓടി നടക്കുന്ന ക്രൈസ്തവ മതവിശ്വാസികൾ, പ്രത്യേകിച്ച് കാസക്കാർ, എന്തിനേറെ പറയുന്നു, ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞ ബിഷപ്പുമാർ. ബി.ജെ.പി നേതാക്കളെയും പ്രവർത്തകരെയും കേക്കും വൈനുമായി വരുമ്പോൾ ചുവപ്പ് പരവതാനി വിരിച്ച് അരമനയിലേക്ക് സ്വീകരിച്ച ബിഷപ്പുമാർ നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. അവർ ഒരു വാർത്ത കേൾക്കണം. യു.പിയിൽ നിന്നാണ്, യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ നിന്നാണ്. ആ വാർത്ത എന്താണ്? ക്രിസ്മസ് ദിനത്തിൽ അവധിയില്ല, അവധി നൽകേണ്ട എന്ന് തീരുമാനിച്ചു. പകരം കർശന നിർദ്ദേശം നൽകി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും സ്കൂളുകളിൽ എത്തിയിരിക്കണം, അധ്യാപകരും എത്തിയിരിക്കണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ, ബി.ജെ.പി സർക്കാർ, യു.പി സർക്കാർ. എന്താണ് പറഞ്ഞത്? വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കണം എന്നാണ്. വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കണം എന്നാണ്. കേരളത്തിൽ 10 ദിവസമാണ് അവധി. കേരളം, തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 10 ദിവസമാണ് അവധി നൽകിയിരിക്കുന്നത്. ദിവസങ്ങളിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം, എന്നിരുന്നാലും ദീർഘ അവധിയാണ്. ഒരു ദിവസം പോലും അവധി കൊടുക്കുന്നില്ല ബി.ജെ.പിയുടെ യു.പി സർക്കാർ. ഈ തീരുമാനം ഇപ്പോൾ യു.പിയിൽ നിന്ന് മാത്രമാണ്. അത് ബി.ജെ.പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അടുത്ത് തന്നെ വരാൻ പോകുന്ന വാർത്തയാണ്. ഇതാണ് ഇന്ത്യ, ഇതാണ് ബി.ജെ.പി, ഇതാണ് ആർ.എസ്.എസ്, ഇതാണ് സംഘപരിവാർ. ഈ സംഘപരിവാറിന് വേണ്ടിയാണ് കേരളത്തിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർ മുദ്രാവാക്യം വിളിക്കുന്നത്. പി.സി. ജോർജ് ഇവിടെ എങ്ങാനും ഉണ്ടോ? ഷോൺ ജോർജ്, പി.സി. ജോർജിന്റെ മകൻ ഇവിടെ എങ്ങാനും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കണം. ബി.ജെ.പിയുടെ പിറകെ അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്ന കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾ ആലോചിക്കണം. നാളെ കേരളത്തിൽ ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മതവിഭാഗക്കാരിലും പെട്ടവർ ഉണ്ട്. അങ്ങനെ ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂചകമാണ് യു.പിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാസക്കാർ മറുപടി പറയണം. ബി.ജെ.പിക്ക് പിറകെ പോകുന്ന ക്രൈസ്തവ മതവിശ്വാസികൾ പറയണം. കേരളത്തിൽ ബി.ജെ.പിക്ക് വേണ്ടി വാദിച്ച ബിഷപ്പുമാർ പറയണം. ഇനിയും ബി.ജെ.പിയുടെ പിറകെ പോകേണ്ടതുണ്ടോ? പോകാതിരിക്കാൻ കഴിയില്ല. അതിന് മറ്റൊരു പ്രശ്നമുണ്ട്. ഇ.ഡിയെ പേടിയുണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിയുണ്ട്. അതുകൊണ്ടാണ് ബി.ജെ.പിയുടെ പിറകെ പോകുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അല്പമെങ്കിലും ഈ വിശ്വാസത്തോട്, ഈ സമൂഹത്തോട് കടപ്പാടുണ്ടെങ്കിൽ ഇതൊക്കെ തുറന്നു പറയാൻ തയ്യാറാകണം, എന്ത് സഹിക്കാനും തയ്യാറായിട്ട്. കാരണം യേശു ഒരുപാട് സഹിച്ചാണ് ഒരു സമൂഹത്തെ തന്നെ മുന്നോട്ട് നയിച്ചത്, ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് വെളിച്ചമായത് എന്നെങ്കിലും ഈ ബിഷപ്പുമാർ, അരമനയിൽ കഴിയുന്ന ബിഷപ്പുമാർ ഓർക്കുന്നത് നന്നായിരിക്കും.